ക്രിക്ടോക്സ് വിജ്ഞാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പഞ്ചാബിന് മുമ്പിൽ അക്ഷരാർത്ഥത്തിൽ മുംബൈ ഇന്ത്യൻസ് തീർന്നുപോയി. പഞ്ചാബിന്റെ പഞ്ചിലിത മുംബൈ ഇന്ത്യൻസ് വീണിരിക്കുന്നു. മുംബൈയുടെ അവസ്ഥ എന്താണ്? പരിതാപകരമെന്നേ പറയാനുള്ളൂ, മറ്റൊന്നും പറയാനില്ല. മുംബൈയുടെ അവസ്ഥ കണ്ടിട്ട് വാങ്കഡെ സ്റ്റേഡിയത്തിൽ ടോസ് കിട്ടിയിട്ട് മുംബൈ നായകൻ നമ്മുടെ പഞ്ചാബ് നായകൻ ശ്രേയസ് അയ്യർ മുംബൈ നായകൻ ഹാർദിക് പാണ്ഡ്യക്ക് ബാറ്റിംഗ് കൈമാറി. അങ്ങനെ മുംബൈ ബാറ്റ് ചെയ്തു. പക്ഷേ തുടക്കത്തിലെ മുംബൈക്ക് വിക്കറ്റുകൾ നഷ്ടപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത്. കൃത്യമായിട്ട് പറഞ്ഞ അവരുടെ ഓപ്പണേഴ്സ് ഇന്ന് രോഹിത് ശർമ്മ കളിച്ചിട്ടില്ല, പകരം QDK ആണ് ഇറങ്ങിയത്. സൗത്ത് ആഫ്രിക്കൻ പ്ലെയർ QDK കളിച്ചു. പക്ഷെ റയാൻ റിക്കിൾട്ടനെയും സൂര്യകുമാർ യാദവിനെയും മൂന്നാമത്തെ ഓവറിൽ അർഷദീപ് സിംഗ് പറഞ്ഞയക്കുന്നു. ഫസ്റ്റ് പന്തിൽ, അതായത് മൂന്നാമത്തെ ആദ്യത്തെ പന്തിൽ അർഷദീപിന് മുമ്പിൽ റിക്കിൾട്ടൻ ശശാങ്ക് സിംഗ് വിളിച്ച് പുറത്താകുമ്പോൾ 8 പന്തിൽ 2 റൺസാണ് റിക്കിൾട്ടൻ എടുത്തത്. തൊട്ടടുത്ത പന്തിൽ സൂര്യകുമാർ യാദവ് സ്കൈനെയും പുറത്താക്കുന്നു. യശ്വേന്ദ്ര ചഹര പിടിച്ച് സ്കൈ ഗോൾഡന്റെ കൈ മടങ്ങുന്നു. മുംബൈ അവിടെ നിന്ന് നമാൻഡീറും ഡീകോക്കും കൂടി ചേർന്ന് പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്തു. കൃത്യമായ ഘട്ടത്തിൽ ബൗണ്ടറികളും റൺസുമായി അവർ മെല്ലെ മുന്നോട്ട് പോയി. യഥാർത്ഥത്തിൽ 134 റൺസിനാണ് നമാൻഡീർ പോകുന്നത്. നമാൻഡീറിന്റെ ക്യാച്ച് നമ്മുടെ യശ്വേന്ദ്ര ചഹല് വിട്ടുകളയുന്നുണ്ട്. 10 റൺസ് ഉണ്ടാകുന്നതാണ് എന്റെ ഓർമ്മ. അങ്ങനെ 13-ാം 14-ാം ഓവറിലാണ് നമാൻഡീർ പോകുന്നത്. അപ്പോഴത്തേക്ക് ടീം 134ലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. പിന്നെ ഡീകോക്ക് കുറെ കാലത്തിന് ശേഷമാണ് ഇത് മുംബൈക്ക് ഇറങ്ങിയത്. അദ്ദേഹം ഈ സീസണിൽ ഇപ്പോൾ രോഹിത് ശർമ്മ ഇഞ്ചുവേർഡ് ആയിട്ട് ഇറങ്ങിയതാണ്. അദ്ദേഹം സെഞ്ചുറി അടിച്ചിട്ടുണ്ട്. 60 പന്തിൽ 112 റൺസ് നോട്ട് ഔട്ട്. അദ്ദേഹത്തിന്റെ മികവിലാണ് യഥാർത്ഥത്തിൽ മുംബൈ 195 റൺസിലേക്ക് എത്തുന്നത്. ഈ പിച്ചിൽ ഈ സ്കോർ ഒട്ടും ജയിക്കാൻ എളുപ്പമല്ല. ഒരു 20 റൺസ് 30 റൺസ് ഷോർട്ടാണ്. അത് കൃത്യമായിട്ട് പഞ്ചാബ് കാണിച്ചു തന്നതാണ്. പിന്നെ ഹാർദിക് പാണ്ഡ്യ വരും നമാൻഡീർ ഔട്ടായിട്ട്. അദ്ദേഹം എന്താണ് ചെയ്തത്? 12 പന്തിൽ 14 റൺസ്, ഹാഫ് ഓവർ നഷ്ടപ്പെടുത്തി. പിന്നെ ഷർഫേൻ റുദർഫോർഡ് 5 പന്തിൽ 1 റൺസ്, അദ്ദേഹത്തിന് ക്ലീൻ ബൗൾഡാക്കി വിടുന്നു അർഷദീപ് സിംഗ്. തിലക് വർമ്മ റൺഔട്ട് ആവുന്നു. 3 പന്തിൽ 8 റൺസുമായി അദ്ദേഹം പോകുന്നു. അങ്ങനെ നിശ്ചിത 20 ഓവറിൽ അവർ 195 റൺസിന് 6 വിക്കറ്റ് എന്ന ലക്ഷ്യം. മറുപടി ബാറ്റിംഗിൽ ഇറങ്ങിയിട്ട് PBK തുടക്കത്തിലെ ആഞ്ഞടിക്കുന്ന കാഴ്ച. ആദ്യത്തെ ഓവറിൽ ദീപക് ചഹർ 21 റൺസാണ് കൊണ്ടത്. അദ്ദേഹത്തിനെ അടിച്ചങ്ങട് പൊട്ടിക്കുന്ന കാഴ്ച കണ്ടു. റിയാൻ ഷാരിയും പ്രഭ്സിമ്രാൻ സിംഗ് കൂടി ചേർന്ന് ഓപ്പൺ ചെയ്തു. എന്നാൽ മൂന്നാമത്തെ ഓവറിൽ വന്ന റിയാൻ ഷാരി അല്ലാഹ് ഗസൻഫർ പറഞ്ഞേക്കുന്നു. ദീപക് ചഹർ പിടിച്ച് അല്ലാഹ് ഗസൻഫർ ഔട്ടാകുമ്പോൾ അദ്ദേഹത്തിന് 9 പന്തിൽ 15 റൺസ്, 2 4ഉം 1 6ഉം അദ്ദേഹം അടിച്ചു. 1 ഡൗൺ ആയിട്ട് സൂപ്പർ കൂപ്പർ കണോളി ഇറങ്ങി. അദ്ദേഹം 12 പന്തിൽ 17 റൺസ്, അദ്ദേഹം ഒരു 4ഉം 2 6ഉം ഒക്കെ അടിച്ചു. അല്ലാഹ് ഗസൻഫർ അദ്ദേഹത്തിനെയും പറഞ്ഞേക്കുന്നത്. അദ്ദേഹത്തിന് ഇൻസൈഡ് അടിച്ചാവുന്നു. കീപ്പർ ക്യാച്ച് എടുക്കുന്നത് ഡീകോക്ക്. പിന്നെ ശ്രേയസ് അയ്യർ വരുന്നു. അയ്യറും പ്രഭ്സിമ്രാൻ സിംഗും കൂടി ചേർന്ന് പാർട്ട്ണർഷിപ്പ് ഉണ്ട്. എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. മുംബൈ ബോളേഴ്സ് നിലവിടാതെ അടിച്ചങ്ങ് ആകാശത്തേക്ക് വിട്ടു. അവർ കൃത്യമായ പാർട്ട്ണർഷിപ്പ്, കൃത്യമായിട്ട് പറഞ്ഞാൽ 45-ന് 2 വിക്കറ്റ് പോയെടുക്കുന്നു. പിന്നെ വിക്കറ്റ് പോകുന്ന പറയോ 15-ാമത്തെ ഓവർ 184. അപ്പം 137 റൺസിന്റെ പാർട്ട്ണർഷിപ്പാണ് 2 പ്ലേയേഴ്സും കൂടി എടുത്തത്. 139 റൺസിന്റെ പാർട്ട്ണർഷിപ്പാണ് 2 പ്ലേയേഴ്സും കൂടി അടിച്ചെടുത്തത്. അതിൽ ശ്രേയസ് അയ്യർ 35 ഗോൾ 60 റിയാൻ ഷാരിയ 39 പന്തിൽ 80 റൺസ്. റിയാൻ ഷാരിയുടെ ക്യാച്ച് ബുംറ വിടുന്നുണ്ട്. മുംബൈയുടെ ഫീൽഡിങ്ങിന്റെ അവസ്ഥ വളരെ ദയനീയാവസ്ഥയാണ്. എത്രയാണ് മിസ്ഫീൽഡാണ് അവർ ചെയ്യുന്നത്. ക്യാച്ചൊക്കെ എത്ര ഡ്രോപ്പ് ചെയ്തത് അവർക്ക് അറിയില്ല. നമാൻഡീർ അവസാനം ക്യാച്ച് സൂപ്പർ ക്യാച്ച് എടുക്കുന്നുണ്ട്. പക്ഷെ അതിന് മുമ്പ് നമാൻഡീർ സിമ്പിൾ ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എഫേർട്ട്ലെസ് ആയിട്ട് ഫീൽഡിങ്, ബൗളിംഗ് എല്ലാം എഫേർട്ട്ലെസ് തന്നെ. വിക്കറ്റ്ലെസ് ആയിട്ട് മുംബൈ ഇപ്പം നേരെ കൺസിക്യൂട്ടീവായിട്ട് 5-ാമത്തെ മാച്ചാണ് ഇത് ചെയ്തു പോയത്. ഹിസ്റ്ററി ഓഫ് ദി IPL ആണ് വരുന്നത്. ജസ്പ്രീത് ബുംറ വേൾഡ് ക്ലാസ് ബോളർ കൺസിക്യൂട്ടീവായിട്ട് 5-ാമത്തെ മത്സരത്തിലാണ് വിക്കറ്റ്ലെസ് ആയി പോകുന്നത്. മുംബൈയുടെ പ്ലാനൊക്കെ എവിടെയോ പോയി. ഇത്രയും വലിയ ടീം ഉണ്ടെങ്കിൽ വിജയിക്കാൻ സാധിക്കുന്നില്ല. പിന്നെ സ്റ്റോയിനസ് 5 ബോളിൽ 10 റൺസ്. അങ്ങനെ 16-ാമത്തെ ഓവറിൽ അങ്ങനെ കളി പോയി. അതാ ഞാൻ പറഞ്ഞത്, പിച്ചിൽ 20-30 റൺസ് ഷോർട്ടായി പോയിട്ടുണ്ട്. പിന്നെ മുംബൈയുടെ കാര്യത്തിലേക്ക് വന്നാൽ പഞ്ചാബ് ഇപ്പോൾ സീസണിൽ 1-ാം സ്ഥാനത്താണ്. കളിച്ച 5 മത്സരത്തിൽ 4 വിജയിച്ചിട്ടുണ്ട്. എന്നാൽ മുംബൈയോട്ടെ കളിച്ച 5-ൽ 4 പരാജയമാണ് മുംബൈക്ക്. അവർക്ക് തിരിച്ചു വരാൻ പറ്റുമോ എന്ന് വെച്ചാൽ സംശയമാണ്. ഇതിൻ്റെയൊക്കെ വിശദവിവരമായി നമ്മൾ വീണ്ടും ഒരു വീഡിയോ എത്തും. ക്രിക്കറ്റ് ലോകത്തിൽ കൂടുതൽ വിശേഷങ്ങളുമായി നമ്മൾ വീണ്ടും എത്താം.